ശ്രീ ഉല്ലാസ് ബാബു നമുക്കൊപ്പമുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു വിജയം, BJPയെ സംബന്ധിച്ച് പ്രതീക്ഷകൾ ഇനിയുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിജയം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇന്ന് മണിയാശാന്റെ ഒരു പ്രതികരണം അങ്ങും കേട്ട് കാണും, ജനങ്ങൾക്ക് ആനുകൂല്യമൊക്കെ നൽകിയിട്ട് നന്ദികേട് കാണിച്ചു എന്നാണ് ഇത്രയും പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നത്. അല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മണിയാശാൻ അങ്ങനെ നന്ദികേട് കാണിച്ചു ജനങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇവരുടെ ഒന്നും എത്താത്തിടത്തും ആ രാഷ്ട്രീയം എന്ന് മാത്രം നോക്കി ആ ചിഹ്നത്തിനോട് നീതി കാണിച്ച ജനങ്ങളുണ്ട്. അതും കൂടി മണിയാശാൻ കാണിക്കണം. സത്യത്തിൽ അവിടെയൊക്കെ ദയനീയമായിട്ട് പരാജയപ്പെടേണ്ട സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ കയ്യിൽ വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കാര്യമേ കൃത്യമായി പറയാറുള്ളൂ. വിവാദ കേരളത്തിൽ നിന്ന് വികസിത കേരളം എന്ന് പറയപ്പെടുന്ന ഒരു ശൈലിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർജി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ ഞങ്ങളുടെ BJP പ്രവർത്തകർക്കും BJP നേതൃത്വത്തിനും BJP ഘടകങ്ങൾക്കും തന്നിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം അതായിരുന്നു, വികസിത കേരളത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. വോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ വിവാദ രാഷ്ട്രീയത്തിൽ നിന്ന് വികസിത രാഷ്ട്രീയത്തിലേക്ക് വലിയ ഒരു ചുവടുമാറ്റമാണ് ഞങ്ങൾ നടത്തിയത്. അതിനുവേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഒരു പരിധി വരെ അത് 100% വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് പോരാ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി, ഒരു മിനിറ്റ് അങ്ങയിലേക്ക് തിരികെ വരും.